കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരായ മുസ്ലിം ലീഗ് നേതാവിന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ CPM നിയമ നടപടിക്ക്. കായംകുളം മണ്ഡലം UDF കൺവീനർ A. ഇർഷാദിന്റെ പരാമർശത്തിൽ കോൺഗ്രസ് മറുപടി പറയണം. പരാജയ ഭീതി പൂണ്ടാണ് UDF ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത പറഞ്ഞു. ഇതിന് കോൺഗ്രസ് നേതൃത്വം മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഒരു സ്ത്രീയെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പോലും ആക്ഷേപിക്കാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്താണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളവരെ ഈ രൂപത്തിൽ അപമാനിക്കാനും ആക്ഷേപിക്കുവാനും വളരെ മോശപ്പെട്ട പദപ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. അതിനെ ഞങ്ങൾ ശക്തമായി അപലപിക്കുകയാണ്. നിയമപരമായി മുന്നോട്ട് പോകാനുള്ള ആലോചന തീർച്ചയായിട്ടും അതെല്ലാം ആലോചിച്ച് തന്നെ തീരുമാനമെടുക്കും. പരാജയ ഭീതി പൂണ്ട UDF ഈ രൂപത്തിലുള്ള അധിക്ഷേപവുമായി ഇറങ്ങിത്തിരിച്ചാൽ അവിടുത്തെ ബഹുജനങ്ങൾ, മഹാഭൂരിപക്ഷം വരുന്ന വോട്ടർമാരായിട്ടുള്ള സ്ത്രീകളടക്കം ശക്തമായിട്ടുള്ള മറുപടി ഇതിന് കൊടുക്കുക തന്നെ ചെയ്യും. ഫൈസൽ അസീസ് ചേരുകയാണ് വിവരങ്ങളുമായി. ഫൈസൽ, ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗം മാത്രമല്ല, ഏതൊരിടത്തും ഒരു സ്ത്രീയോട് ആ സ്ത്രീയെക്കുറിച്ച് പറയാൻ പാടില്ലാത്തതാണ് എന്നുള്ളത് സ്വാഭാവികമായി അത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. ഇർഷാദിനെതിരെ എന്ത് നടപടിയാണ് UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, അവരുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ഒപ്പം തന്നെ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് CPM പറയുമ്പോൾ അവർ പോലീസിലേക്ക് പരാതി ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ടോ? മഹേഷ്, ഏതായാലും ഇന്നലെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടെയാണ് ഈ UDFന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവായ A. ഇർഷാദ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന പറയുന്നത്. ഈ കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ നാക്കുചാരുതയും ശരീരത്തിന്റെ അഴകും വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് യു പ്രതിഭ എന്നായിരുന്നു ഇർഷാദ് പരാമർശിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് മണ്ഡലം ഒട്ടാകെ തന്നെ. അതിലാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഇപ്പോൾ ആ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് ശക്തമായി അപലപിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഈ സംഭവത്തിൽ കോൺഗ്രസ് മറുപടി പറയണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകും, അല്ലെങ്കിൽ നിയമ നടപടി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും പോലീസിൽ ഇതുവരെയും പരാതി നൽകിയിട്ടില്ല. വരും മണിക്കൂറിൽ പോലീസിൽ പരാതി നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ UDF ഇതുവരെയും പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. ഏതായാലും യു പ്രതിഭ തന്നെ മാധ്യമങ്ങളെ കാണും. ഏരിയ കമ്മിറ്റി ഓഫീസിൽ, കായംകുളത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ 3 മണിക്കാണ് മാധ്യമങ്ങളെ കാണുക. അപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തും. ഏതും തരത്തിലുള്ള നിയമ നടപടിയിലേക്കാണ് CPM LDF പോകുന്നത് എന്നത് സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തും. മഹേഷ്. ഓക്കെ, ഫൈസൽ അസീസാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകി. എന്തായാലും 3 മണിക്ക് യു പ്രതിഭ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ യു പ്രതിഭയുടെ പ്രതികരണം ലഭ്യമാകും. അതിനോടൊപ്പം തന്നെ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് CPM പറഞ്ഞിരിക്കുന്നത്. അതും വേഗത്തിലുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഫൈസലാണ് വിവരങ്ങൾ നൽകിയത്.